കേശുവേട്ടാ, ഇതെവിടെ പോയി കിടക്കുന്നു? കേശുവേട്ടാ, എന്താ കൗസു? ആ, ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? കേശുവേട്ടാ, എന്തിനാ നീ കിടന്ന് അലറി വിളിക്കുന്നേ? കേശുവേട്ടാ, ഒന്ന് വേഗം വാ, എനിക്കാകെ പേടിയാവുന്നു. എന്താ കാര്യം നീ പറ. കേശുവേട്ടാ, അത് ഞാൻ എങ്ങനെ പറയും? എന്തായാലും നിലവിളിക്കാതെ പറയടി. സുനന്ദമോള് കഥകിന് കുറ്റിയിട്ട് ഒരേ കരച്ചില്. ഞാൻ എത്ര പറഞ്ഞിട്ട് അവള് വാതിൽ തുറക്കുന്നില്ല. ആ, നീ അവളോട് എന്തെങ്കിലും വഴക്ക് പറഞ്ഞു? പെണ്ണായിട്ട് അവൾ ഒന്നല്ലേ നമുക്കുള്ളൂ. ഞാൻ അവളോട് എന്ത് പറയാനാ? പിന്നെ ഒരു കാരണമില്ലാതെ അവളെ കഥകും കുറ്റിയിട്ടിട്ടിരിക്കില്ലല്ലോ. അത് തന്നെ എന്റെയും പേടി. കേശുവേട്ടാ, ഒന്ന് വാ, വാ, ഒന്ന് വാ കേശുവേട്ടാ, വാ, വാ കേശുവേട്ടാ. മോളെ, മോളെ, മോളെ ഒന്ന് വാതിൽ തുറക്ക്. കണ്ടോ കേശുവേട്ടാ, മോൾക്ക് എന്തോ പറ്റിയെന്നാ തോന്നുന്നേ. നീ അവിടെ മാറി നിൽക്കേ, മനുഷ്യനെ പറഞ്ഞ് പേടിപ്പിക്കാതെ. ഞാൻ വിളിക്കാം. മോളെ, 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 കഥ തുറക്കാൻ. നീ തുറന്ന കാര്യം എന്താന്ന് വെച്ചാ പറ, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. കഥവ് തുറക്കും മോളെ. മോളെ, കഥവ് തുറക്ക്. കഥവ് തുറക്കും മോളെ. ആ, എന്താ വേണ്ടേ? എനിക്കൊരു പ്രശ്നമില്ല. ഏയ്, ഒന്നുമില്ലെന്ന് നീ ചുമ്മാ പറയരുത്. നിന്റെ മുഖം എന്തൊക്കെയോ മറച്ചു വെക്കുന്നു. മോക്കെന്തെങ്കിലും അവിവേകം സംഭവിച്ചോ? അങ്ങനെ അവിവേകം സംഭവിക്കാനേ വേറെ ആളെ നോക്കണം. ഇനി അങ്ങനെ സംഭവിച്ചാലും ഈ സുനന്ദ ആത്മഹത്യ ഒന്നും ചെയ്യില്ല. പക്ഷെ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. നീ എന്തിനു വേണ്ടിയാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഇന്ന് കോളേജിൽ ഫാഷൻ ഷോ ഉള്ളതാ. ആ, അതിനെന്താ, മോളെ അതിന് പങ്കെടുത്തോ? അതിന് പങ്കെടുക്കാൻ ഞാൻ കൊണ്ടുവന്ന കളർ കോമ്പിനേഷൻ ഡ്രസ് ഈ അമ്മ തരുന്നില്ല. ഓ, അപ്പൊ അതാണ് കാര്യല്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അത് ഇട്ടോണ്ട് നീ ഫാഷൻ പരേഡിൽ പങ്കെടുത്തോ. പക്ഷെ ഒരു കാര്യം, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നേക്കരുത്. കണ്ടോ അച്ഛാ, ഇത് തന്നെ പ്രശ്നം. ഒന്നിനും ഈ പിശാശി മമ്മി സമ്മതിക്കത്തില്ല. ദേ, ഒരു പെണ്ണേ ഉള്ളൂന്ന് കരുതി നിന്നെ ഞങ്ങൾ പൊന്നുപോലെ വളർത്തുന്നത്. അതുകൊണ്ടേ പറയുന്നത് മര്യാദക്ക് കേൾക്കുന്ന നല്ലത്. നോക്കിക്കോ, എങ്കിൽ ഞാൻ മരിക്കും. ഡേ, കണ്ടില്ലേ അവിടെ അഹങ്കാരം? എന്റെ കൗ, ഇത്രയല്ലേ ഉള്ളു പ്രശ്നം. കളർ കോമ്പിനേഷനോ എന്ത് കുന്തയിലും എടുത്തു കൊടുക്കുക. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ ഷോകളല്ലേ ഇതൊക്കെ. വാശി പിടിക്കാൻ നീ അങ്ങ് സമ്മതിക്കും. ഞാൻ സമ്മതിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം കാണാം. എന്നാ കാര്യം കാണാൻ? ദേ, കണ്ടോ? ഇതുപോലത്തെ കോമ്പിനേഷനാ? പറ. ഇതും ഇട്ടോണ്ട് ഇവളുടെ ഒടുക്കത്തെ ഷോയ്ക്ക് നിന്നാ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലേ? ഇല്ലേ? ഭഗവാനെ, കാലത്തിൻ്റെ ഒരു കോലമേ. എൻ്റെ പൊന്നു മോളെ, നീ ഇതിടുന്നതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്.